ഹായ്, എല്ലാ സ്ഥലത്തും നല്ല മഴയും കാറ്റുമാണ്. നമുക്കും ഇവിടെ നല്ല മഴയും കാറ്റുമാണ്. കറണ്ടൊന്നും ഇല്ലായിരുന്നു, ഇപ്പം കറണ്ടൊക്കെ വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ സാധാരണ വെളിയിൽ അടുപ്പിൽ വെച്ചിട്ട് വേവിക്കുന്ന വീഡിയോകളാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് മഴ ആയതുകൊണ്ട് ഇന്ന് വെളിയിൽ അടുപ്പിൽ വെച്ച് വേവിക്കാൻ പറ്റൂല. അവിടെ ആകുമ്പോൾ നല്ല വെട്ടം കിട്ടുമായിരുന്നു. ഇപ്പം നമുക്കത് പറ്റാത്തത് കൊണ്ട് അകത്തുള്ള അടുപ്പിലാണ് ഞാൻ വേവിക്കാനായിട്ട് പോണത്. അപ്പോൾ അകത്തിരി വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട്, നല്ല വെട്ടം കിട്ടൂല. അപ്പം ഉള്ള സൗകര്യത്തിൽ വെച്ചിട്ട് നമുക്കിന്നൊരു ജാം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഞാവൽപ്പഴം വെച്ചിട്ടുള്ള ഒരു ജാമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്കിതിൻ്റെ കുരുവെല്ലാം മാറ്റിയിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിക്കകത്തൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഞാവൽപ്പഴം അരച്ചെടുക്കുന്ന മുമ്പായിട്ട് നമുക്ക് ഈ മിക്സിക്കകത്ത് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ പഞ്ചസാരയും പൊടിച്ചെടുത്തിട്ടുണ്ട്, ഞാവൽപ്പഴം ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. കാണാം നമുക്ക് കളർ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മൾ അടുപ്പിൻ്റെ മുട്ടിലോട്ട് പോവാം. അപ്പം അടുപ്പെല്ലാം നമ്മൾ കത്തിച്ച് പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് നമുക്ക് ഞാവൽപ്പഴം അരച്ചത് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പൊടിച്ച് വെച്ചിരിക്കുന്ന നമുക്ക് പഞ്ചസാരയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ കിടന്നൊന്ന് വൃത്തിയായിട്ട് ഒന്ന് കുറുവി വരണം. അപ്പം കുറച്ച് നേരം ഒന്ന് ഇളക്കാറുണ്ട്, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഏകദേശം അപ്പം നമ്മളെ ജാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്, നല്ല ഇത്തിരി കുറുവി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഞാവൽപ്പഴം ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് ഈ ജാം കിട്ടിയിട്ടുണ്ട്. നല്ല വയലറ്റ് കളറിലുള്ള ഒരു ജാമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കട്ടിയായിട്ടുണ്ട്, നല്ല അടിപൊളി ജാമാണ് കേട്ടോ. അത് നല്ല സൂപ്പർ ജാമാണ്, ആരൊക്കെ ഇഷ്ടപ്പെടും, അത്ര നല്ലൊരു ജാമാണിത്. അപ്പോൾ ഇത് കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങി വീട്ടിലൊന്നുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ടാറ്റാ.